ആഗോളതലത്തിൽ കോൺഗ്രസിന്റെ മുഖവും കോൺഗ്രസ് സീറ്റിൽ 4 തവണ എംപിയുമായ നേതാവാണ് ശശി തരൂർ. പുരോഗമന വികസന രാഷ്ട്രീയത്തിന്റെ വക്താവായും കോൺഗ്രസിന്റെ അഭിമാനവുമായി നിന്നിരുന്ന തരൂർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ള തലവേദനകൾ ചെറുതൊന്നുമല്ല. കോൺഗ്രസിൽ നിന്നുകൊണ്ട് എതിരാളികളായ BJPയുടെ നാവായി തരൂർ മാറുന്നുവെന്ന ആക്ഷേപം ഇതര പാർട്ടികൾ ഉന്നയിക്കുമ്പോഴും അതൃപ്തിയോടെയാണ് കോൺഗ്രസ് തരൂരിനെ ചേർത്തു പിടിച്ചിരുന്നത്. തരൂരിന്റെ മോദി സ്തുതിയും കേന്ദ്ര സർക്കാർ അനുഭാവവും കോൺഗ്രസ് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് പോകുന്നു എന്ന തോന്നലാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ഉൾപ്പെടെ ചൊടിപ്പിച്ചത്. അങ്ങനെ ഖാർഗെ ഗത്യന്തരമില്ലാതെ തരൂരിനെ പരസ്യമായി തള്ളിപ്പറയുന്ന സ്ഥിതിയും വന്നു ചേർന്നു. ശശി തരൂരിന്റെ മോദി പ്രശംസയെ കടുത്ത ഭാഷയിലാണ് ഖാർഗെ വിമർശിച്ചത്. ഞങ്ങൾക്ക് രാജ്യമാണ് ആദ്യം, പക്ഷേ ചിലർക്ക് ആദ്യം മോദിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് ശേഷം മുഴുവൻ പ്രതിപക്ഷവും സൈന്യത്തോടൊപ്പമാണ് നിന്നതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. രാജ്യമാണ് ആദ്യം, പാർട്ടി രണ്ടാമതേ വരുന്നുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ചിലർക്ക് മോദിയാണ് ആദ്യം, രാജ്യം രണ്ടാമതേ ഉള്ളൂ, അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഖാർഗെ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് തരൂരിന്റെ പുതിയ പോസ്റ്റ്. ഒരു പക്ഷി മരക്കൊമ്പിലിരിക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പറക്കാൻ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തമല്ല എന്നാണ് തരൂർ പങ്കുവച്ച ട്വീറ്റിലുള്ളത്. ഡോണ്ട് ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ എന്ന അന്ന ഖോക്കറിന്റെ പുസ്തകത്തിലെ വരികളാണ്. ആരുടെയും നിയന്ത്രണത്തിലല്ലെന്നും ആരും നിയന്ത്രിക്കേണ്ട എന്നുമുള്ള പരോക്ഷ സന്ദേശമാണോ തരൂർ നൽകുന്നത്? BJPയിലേക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കിയെങ്കിലും പാർട്ടിക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി തരൂർ ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണോ? രാഷ്ട്രീയത്തെക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്ന തരൂരിനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന BJP ഒരു ഭാഗത്ത്, തരൂരിന്റെ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ദേശസ്നേഹം മനസ്സിലാക്കാതെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ മറുഭാഗത്ത്. തന്റെ ചിറകുകൾക്ക് ഇതിലും ഉയരത്തിൽ തന്നെ കൊണ്ട് എത്തിക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം കൂടെയുള്ളത് കൊണ്ട് തരൂരിന് കോൺഗ്രസിനെ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ കോൺഗ്രസിന് അങ്ങനെയല്ല. എന്തായാലും കോൺഗ്രസ് വിട്ടുപോകില്ലെന്ന് തരൂർ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തുടരെയുള്ള കേന്ദ്ര അനുകൂല പരാമർശങ്ങളിലൂടെ കോൺഗ്രസ് സ്വമേധയാ തരൂരിനെ തള്ളണം എന്ന ആഗ്രഹമാണോ? അതോ BJPയിൽ കയറിക്കൂടി ഒരു കേന്ദ്രമന്ത്രി പദവി നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണോ തരൂർ ഉള്ളിൽ പേറുന്നത്? കോൺഗ്രസിൽ നിന്നുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ആണോ തരൂർ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ കാതലായൊരു ചേരിമാറ്റത്തിനാണോ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.